ഹലോ 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 ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ഇടിയപ്പവും കടലക്കറി. സോക്ക് ചെയ്ത് വെച്ച കടലേനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാള, ചെറിയ തക്കാളി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഉള്ളി വേണ്ട കേട്ടോ, അറിയാണ്ട് വീണു പോയതാണ്. ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ കേട്ടോ വയ്ക്കാം. പിന്നെ വേണ്ടത് ഇതിന് ഒരു അരപ്പുണ്ട്. തേങ്ങ അരച്ച് വറുത്തരച്ച തേങ്ങ ഇട്ടിട്ടാണ് ഒരു കറി. പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ചീരകം, ഒരു നുള്ളു പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ, ഏകദേശം ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതിനൊന്ന് ഫ്രൈ നിർത്താം. പിന്നെ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് എരിവ് നിങ്ങൾ നോക്കിയിട്ട് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം ഫ്രൈ ആക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ആച്ചിയുടെ ചിക്കൻ മസാല. ഇത് ഇട്ടാണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും. ഞാൻ ചിക്കൻ കറി ഒഴിച്ച് ബാക്കി എല്ലാം അതിലും ഇടാറുണ്ട്. മുട്ടക്കറിയിൽ, കടലക്കറിയിൽ കിട്ട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇടിയപ്പത്തിനുള്ള പ്രിപ്പറേഷൻ. 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിലാണ് കേട്ടോ 3 ഗ്ലാസ്. 1.5 ഗ്ലാസ് വെള്ളം വേണം 1 ഗ്ലാസ് പൊടിക്ക്. അപ്പോൾ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്, 3 ഗ്ലാസ് വെള്ളം. തട്ടൊക്കെ ഓയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ ബട്ടർ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെളിച്ചെണ്ണേനെക്കാട്ടി നല്ലത് ബട്ടർ. തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങ എന്നാണ് ഉദ്ദേശിച്ചത്. തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ തേങ്ങ അത്യാവശ്യം കാണണം കേട്ടോ ഇടിയപ്പത്തിലൊക്കെ. അപ്പോൾ നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കണം. ഇക്കാക്ക് തേങ്ങ തീരെ ഇഷ്ടമല്ല. അപ്പോൾ 2 പേരെയും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തോന്നും വെള്ളം കൂടുതലാണെന്ന്, ഒട്ടും ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ പൊടി അനുസരിച്ച് ഡിപ്പെൻഡ്, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയാം, അങ്ങനെ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കണം കേട്ടോ. ഇതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം തന്നെ വേണം. അങ്ങനെ ഇതിന് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇതേമാതിരി ഒരു ഈറ്റയുടെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേമാതിരി കയറ്റിയാൽ മതി. കൈയൊന്നും പൊള്ളില്ല. എനിക്കിത് ചെയ്യാൻ കിട്ടില്ല. എൻ്റെ അമ്മായിമ്മ നല്ലോണം ചെയ്യും കേട്ടോ. എവിടെ ആവാണ്ട് നല്ല നീറ്റായിട്ട്. കയറട്ടെ. ഇനി നമുക്ക് പീച്ചാം. ഇത് പീച്ചാൻ ഇത്തിരി ഇത് വേണം കേട്ടോ. നല്ല ടൈറ്റാണ്. യൂസ് ചെയ്ത് ഇതാവണം. ഇതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാൾ തന്നെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം അത്ര തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു തട്ട് വെച്ചു, അടുത്ത തട്ടാവട്ടെ. ശരിക്കും ഇതിൻ്റെ കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു തട്ട് വെച്ച് അടുത്ത തട്ട് നമ്മൾ പീച്ച് വരുമ്പോഴേക്കും ഫസ്റ്റ് തട്ട് ആയിട്ടുണ്ടാവും, അങ്ങനെ. പക്ഷെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാൻ അറ്റ് എ ടൈം 2 ഒരുമിച്ച് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു 4-5 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കടല ഇപ്പോൾ രാവിലെ ഇട്ട രാത്രിത്തേക്ക് യൂസ് ചെയ്യാം, രാത്രി ഇട്ട രാവിലത്തേക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ സോക്ക് ചെയ്യാൻ ഞാൻ ഇടുക. ഇപ്പോൾ രാവിലെ ഇട്ടതാണ്, ഇപ്പോൾ രാത്രിയാകും. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പച്ചമുളക്, വെളുത്തുള്ളി ഇതിനൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് നമുക്ക് കടിക്കാൻ കിട്ടിയ ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ നല്ല പേസ്റ്റാക്കി കഴിഞ്ഞാൽ എരിവ് എല്ലായിടത്തും എത്തുകയും ചെയ്യും. പിന്നെ ഒരു സ്പൂൺ കടല ഇട്ട് കൊടുക്കണം കേട്ടോ. കടല ഇട്ട് കൊടുക്കണത് എന്താ വെച്ചാൽ കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുക. കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ ഇടിയപ്പം വന്നിട്ടുണ്ട്. ഒരാവി നമുക്ക് അതിനെ എടുത്തിട്ട് കാസറോളിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് കറി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇടാം, പിന്നെ വേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് താളിക്കുക. ചിലവർ കടുക് ഇടില്ല, എനിക്ക് കടുകിടുന്നത് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കടുക് ഇട്ടു. നല്ല സോഫ്റ്റ് ഇതാണ് കേട്ടോ. ഈ പറയുന്ന മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇടിയപ്പം സൂപ്പറായിരിക്കും. ചിലവർ ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഇങ്ങനെ കുഴക്കുകയൊക്കെ ചെയ്യില്ലേ. കുഴക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇടിയപ്പവും കടലക്കറി അടിപൊളിയല്ലേ. ഇപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഓക്കെ ബൈ.